അപമാനം അത് കേവലം വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മേൽ ഏൽപ്പിക്കപ്പെട്ട ആഴത്തിലുള്ള മുറിവാണ്. ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുമ്പോൾ, തിരിച്ചു മറുപടി നൽകാൻ കഴിയാതെ നിസ്സഹായനായി തലകുനിച്ചു നിന്ന ആ നിമിഷങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു നീറ്റലായി അവശേഷിക്കുന്നുണ്ടാകാം. അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ആ വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാകും. എന്നാൽ സുഹൃത്തെ, ഇന്ന് ഈ നിമിഷം മുതൽ ആ നിസ്സഹായതയുടെയും വേദനയുടെയും അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ക്രൂരമായ ലോകത്താണ്. ഇവിടെ നിങ്ങൾ ദയ കാണിക്കുമ്പോൾ ലോകം അതിനെ ബലഹീനതയായി തെറ്റിദ്ധരിക്കും. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ അവർ നിങ്ങളെ ഭീരുവായി മുദ്രകുത്തും. ഒന്നുകിൽ നിങ്ങൾ അറിവ് കൊണ്ടും തന്ത്രം കൊണ്ടും ഒരു വേട്ടക്കാരനായി മാറണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഹങ്കാരത്തിനിരയായി ജീവിതം ഹോമിക്കണം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാസാമ്രാജ്യത്തെ വെറും ബുദ്ധിശക്തി കൊണ്ട് വിറപ്പിച്ച, ശത്രുവിനെ അവന്റെ തട്ടകത്തിൽ ചെന്ന് തകർക്കാൻ പഠിപ്പിച്ച ആചാര്യ ചാണക്യന്റെ കഠിനമായ പ്രായോഗിക തന്ത്രങ്ങളും, ലോകത്തെ മുഴുവൻ സ്വന്തം മനസ്സിന്റെ ശാന്തത കൊണ്ട് കീഴടക്കിയ, വെറുപ്പിനെ സ്നേഹം കൊണ്ട് നിശബ്ദമാക്കിയ ശ്രീബുദ്ധന്റെ അചഞ്ചലമായ ദർശനങ്ങളും കോർത്തിണക്കിയാണ് ഇന്നത്തെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. പുറമെ ചാണക്യനെ പോലെ തന്ത്രശാലിയായ ഒരു പോരാളിയും ഉള്ളിൽ ബുദ്ധനെ പോലെ സമാധാനമുള്ള ഒരു യോഗിയുമാകാൻ നിങ്ങൾ തയ്യാറാണോ? ഈ 8 അതിശക്തമായ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതമെന്ന യുദ്ധക്കളത്തിൽ നിങ്ങൾക്കായി തയ്യാറാക്കിയ ഒരു അദൃശ്യ കവചമാണ്. ഇത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് നിങ്ങളെ പുച്ഛിച്ചവരുടെ നാവുകൾ നിശബ്ദമാക്കാനും അവരെ കൊണ്ട് തന്നെ നിങ്ങളെ ബഹുമാനിപ്പിക്കാനും സഹായിക്കുന്ന മാരകമായ ആയുധങ്ങളാണ്. തയ്യാറെടുക്കുക. ഇനി നിങ്ങൾ ഒരു ഇരയല്ല, വിജയത്തിന്റെ പുതിയ ചരിത്രം എഴുതാൻ പോകുന്ന കരുത്തനായ ഒരു മനുഷ്യനാണ്. ഒന്നാമത്തെ തന്ത്രം വൈകാരികമായ നിസ്സംഗതയാണ്. ശ്രീബുദ്ധൻ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഉപേക്ഷ എന്നതാണ്. അതായത് മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം തകർക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന ഉറച്ച തീരുമാനം. ഒരാൾ നിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ ആ ശത്രുവിന് വിട്ടുകൊടുത്തു എന്നാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ശത്രു വിജയിക്കുന്നു, കാരണം നിങ്ങളെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു അയാളുടെ ഏക ലക്ഷ്യം. അത് അയാൾ നേടിയെടുത്തിരിക്കുന്നു. ബുദ്ധന്റെ ജീവിതത്തിലെ അപ്രസിദ്ധമായ കഥയോർക്കുക. ഒരു ബ്രാഹ്മണൻ വന്ന് ബുദ്ധനെ അത്യന്തം മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു. എന്നാൽ ബുദ്ധൻ പ്രതികരിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. പിന്നീട് ബുദ്ധൻ ചോദിച്ചു, നീ എനിക്ക് തരുന്ന ഒരു സമ്മാനം ഞാൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ആരുടേതാകും? അയാൾ പറഞ്ഞു, അത് എന്റേത് തന്നെയായിരിക്കും. ബുദ്ധൻ മറുപടി നൽകി, നിന്റെ അധിക്ഷേപങ്ങളും ഞാൻ സ്വീകരിക്കുന്നില്ല. അത് നിന്റെ അടുക്കൽ തന്നെ ഇരിക്കട്ടെ. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവരെ ഒരു മനുഷ്യനായി പോലും കാണരുത്. പകരം വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു കല്ലായി മാത്രം കാണുക. അപമാനിക്കുന്നവൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് അലറുമ്പോൾ അയാളുടെ വാക്കുകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്ത ഒരു മതിൽ നിങ്ങളുടെ മനസ്സിന് ചുറ്റും പണിയുക. നിങ്ങളുടെ ആ മൗനവും പുഞ്ചിരിയും അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമായിരിക്കും. ചാണക്യൻ പറഞ്ഞതുപോലെ പ്രകോപിതനാകാത്ത മനുഷ്യനെയാണ് ലോകം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. കാരണം അവന്റെ ഉള്ളിൽ ഏത് തന്ത്രമാണ് മെനയുന്നത് എന്ന് ശത്രുവിനൊരിക്കലും ഊഹിക്കുവാൻ കഴിയുകയില്ല. നിശബ്ദത ഒരു ഭീരുത്വമല്ല, മറിച്ച് ഏറ്റവും വലിയ പ്രതിരോധമാണ്. നിങ്ങൾ ശാന്തനായി തുടരുന്നിടത്തോളം കാലം ആ യുദ്ധത്തിൽ നിങ്ങൾ തന്നെയാണ് ജേതാവ്. നിങ്ങളുടെ ഈ വൈകാരിക അകലം അയാളെ മാനസികമായി തകർക്കുകയും അയാളുടെ വാക്കുകൾ വെറും പാഴ്വാക്കുകളായി മാറുകയും ചെയ്യും. ഇത് കേവലം ക്ഷമയല്ല, മറിച്ച് ശത്രുവിനെ അപ്രസക്തനാക്കുന്ന ഏറ്റവും വലിയ അധികാരമാണ്. രണ്ടാമത്തെ തന്ത്രം ഭയത്തെ കീഴടക്കുക എന്നുള്ളതാണ്. സൗമ്യത ബുദ്ധന്റെ വഴിയാണ്. എന്നാൽ ആ സൗമ്യത നിങ്ങളുടെ ബലഹീനതയായി ലോകം തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് ചാണക്യൻ ആവർത്തിച്ചു പറയുന്നു. ചാണക്യന്റെ ഒരു പ്രശസ്തമായ ദർശനമുണ്ട്. കാട്ടിലെ നേരെ വളർന്നു നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത്. വളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ ആരും തൊടില്ല. ഇതിന്റെ അർത്ഥം നിങ്ങൾ അമിതമായി നല്ലവനാകാൻ ശ്രമിക്കുന്നത് ശത്രുക്കൾക്ക് നിങ്ങളെ ചവിട്ടിമെതിക്കാനുള്ള ഒരു ലൈസൻസ് ആണ് നൽകുന്നത് എന്നാണ്. നിങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. അതൊരു സിംഹം നിങ്ങളെ തിന്നില്ല എന്ന് കരുതുന്നതിന് തുല്യമാണ്.
ഒരു പാമ്പിന് വിഷമില്ലെങ്കിലും അത് പത്തി വിടർത്തി ആടണം. എങ്കിൽ മാത്രമേ ആക്രമിക്കാൻ വരുന്നവൻ ഭയപ്പെടൂ. അതുപോലെ നിങ്ങളുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും ഒരുതരം ഗൗരവവും കണിശതയും എപ്പോഴും നിലനിർത്തുക. ആരെങ്കിലും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ അവിടെ ബുദ്ധന്റെ ശാന്തതയ്ക്കൊപ്പം ചാണക്യന്റെ കാർക്കശ്യവും കൂടി പുറത്തെടുക്കുക. അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം താഴ്ന്നതായിരിക്കട്ടെ, പക്ഷേ നോട്ടം അവരുടെ കണ്ണുകളിലേക്ക് തുളഞ്ഞു കയറുന്ന രീതിയിലായിരിക്കണം. നിന്റെ വാക്കുകൾ എന്നെ ബാധിക്കില്ല, പക്ഷേ നിന്റെ ഈ പ്രവൃത്തിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശം നിങ്ങളുടെ ശരീരഭാഷയിലൂടെ നൽകുക. അനാവശ്യമായി ചിരിക്കാതിരിക്കുക. അനാവശ്യമായി മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരിൽ ഒരു ബഹുമാനം ഉളവാക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം പാകപ്പെടുത്തിയെടുക്കുക. ഭയമില്ലാത്തവനെ ഭയപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഗൗരവം നിങ്ങളുടെ സുരക്ഷാ കവചമാണ്. അത് ലംഘിക്കാൻ ഒരാളും ധൈര്യപ്പെടാത്ത വിധം നിങ്ങൾ മാനസികമായി ശക്തിപ്പെടണം. ലോകത്തിനു മുന്നിൽ പാപമായി നിൽക്കാതെ ആവശ്യമുള്ളപ്പോൾ പത്തി വിടർത്തിയാടുന്ന ഒരു സർപ്പമായി മാറുക. മൂന്നാമത്തെ തന്ത്രം ചോദ്യശരങ്ങൾ കൊണ്ട് ചിന്തകളെ തളർത്തുക എന്നുള്ളതാണ്. അപമാനിക്കുന്നവൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രതിരോധമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിക്കലോ ആണ്. അയാൾ നിങ്ങളെ പരിഹസിക്കുമ്പോൾ നിങ്ങൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ വിജയമാണ്. ഇവിടെയാണ് ചാണക്യന്റെ കുശാഗ്ര ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ശത്രുവിനെ അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ കൊണ്ട് കുഴപ്പിക്കുക. ഒരാൾ നിങ്ങളെ അപമാനിച്ചാൽ ഉടൻ തന്നെ ഇയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി വളരെ ഗൗരവത്തോടെ ചോദിക്കുക, നീ എന്തിനാണ് ഇപ്പോൾ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏത് പരാജയമാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് നീ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യം അയാളുടെ മാനസിക നിലയെ തകിടം മറിക്കും. അയാൾ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ ദേഷ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ ചെയ്തത് അയാളുടെ സ്വഭാവത്തെ എല്ലാവർക്കും മുന്നിൽ വിചാരണ ചെയ്യുകയാണ്. ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ വിവേകം കലർന്ന ചോദ്യങ്ങൾ ഏതൊരു അഹങ്കാരിയെയും നിശബ്ദനാക്കും. ഈ ചോദ്യം കേൾക്കുമ്പോൾ അയാൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുകയില്ല. പകരം അയാൾ തപ്പിത്തടയും. ചാണക്യൻ പറയുന്നു, ശത്രുവിനെ തോൽപ്പിക്കാൻ കായിക ബലം ആവശ്യമില്ല, അവന്റെ ചിന്തകളെ തളർത്താനുള്ള ബുദ്ധിമതി. നിങ്ങളുടെ ഈ ചോദ്യം അയാളെ പ്രതിരോധത്തിലാക്കുകയും ചുറ്റുമുള്ളവർക്ക് മുന്നിൽ അയാളെ ഒരു വില്ലനായി മുദ്രകുത്തുകയും ചെയ്യും. നിങ്ങൾ അവിടെ ശാന്തനായി നിൽക്കുന്നത് നിങ്ങളുടെ ഉയർന്ന വ്യക്തിത്വത്തെ കാണിക്കുന്നു. ചോദ്യം ചോദിക്കുന്നവൻ അധികാരസ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നോർക്കുക. അതുകൊണ്ട് മറുപടി നൽകുന്നവനാകാതെ ചോദ്യം ചോദിക്കുന്നവനായി മാറുക. ഇത് അയാളുടെ ഉള്ളിൽ അഹങ്കാരത്തെ മുറിവേൽപ്പിക്കുകയും ഇനിയും നിങ്ങളോട് കളിക്കാൻ വരുമ്പോൾ 100 തവണ ചിന്തിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നാലാമതായി പ്രതിഫലന തന്ത്രമാണ്. അതായത് ലോകം ഒരു കണ്ണാടിയാണ് എന്നും നാം നൽകുന്നത് നമുക്ക് തിരിച്ചു ലഭിക്കുമെന്നും ശ്രീബുദ്ധൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചാണക്യൻ ഇതിനെ ഒരു യുദ്ധതന്ത്രമായി മാറ്റി. ശത്രു നിങ്ങളെ പരിഹസിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ അന്തസ്സിന് ചേർന്നതല്ല, പകരം അയാൾ ചെയ്യുന്നത് എത്രത്തോളം അരോചകമാണ് എന്ന് അയാൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുക. അയാൾ നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് വളരെ മാന്യമായി ഒരു ചെറിയ പുഞ്ചിരി നൽകുക. എന്നിട്ട് പറയുക, നിന്റെ ഈ പെരുമാറ്റം നിന്റെ വളർത്തലിലെ പോരായ്മയാണ് കാണിക്കുന്നത്. അത് എന്നെ ഒരു രീതിയിലും ബാധിക്കില്ല. നിങ്ങൾ അയാളുടെ അഹങ്കാരത്തെ അയാളുടെ തന്നെ മുഖത്തേക്ക് ഒരു കണ്ണാടി പോലെ പിടിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ അതിശക്തമായിരിക്കണം. കണ്ണു വെട്ടിക്കാതെ അയാളെ നോക്കുക. അയാൾ എറിയുന്ന പരിഹാസങ്ങൾ ഏൽക്കാതെ താഴെ വീഴുന്നത് കാണുമ്പോൾ അയാൾക്ക് അയാളുടെ തന്നെ പ്രവൃത്തികളിൽ ജാളിത തോന്നി തുടങ്ങും. ബുദ്ധൻ പറഞ്ഞതുപോലെ ശാന്തനായ ഒരു മനുഷ്യന്റെ മുന്നിൽ അഹങ്കാരിയായ ഒരുവന് അധിക നേരം പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അയാൾ തനിയെ തളരും. അയാളുടെ വാക്കുകൾക്ക് ശക്തി നഷ്ടപ്പെടും. നിങ്ങളെ തകർക്കാൻ വന്നവൻ സ്വന്തം വാക്കുകളാൽ തന്നെ സ്വയം മുറിവേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വെറുമൊരു മറുപടിയല്ല, മറിച്ച് ശത്രുവിന്റെ അഹങ്കാരത്തിനു മുകളിൽ നിങ്ങൾ നടത്തുന്ന മാരകമായൊരു മനഃശാസ്ത്രപരമായ കടന്നാക്രമണമാണ്. നിങ്ങളുടെ നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അയാളെ നിലംപരിശാക്കുന്ന വിദ്യയാണിത്. അഞ്ചാമത്തെ തന്ത്രം നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ചാണക്യനെ നന്ദരാജാവ് അപമാനിച്ചപ്പോൾ
അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞു പിന്മാറുകയല്ല ചെയ്തത്. പകരം അദ്ദേഹം ചെയ്തത് തൻ്റെ ശിഖ അഴിച്ചിട്ട് ശപഥം ചെയ്യുകയാണ്. ഈ സാമ്രാജ്യം ഞാൻ തകർക്കും. നിങ്ങളെ അപമാനിച്ചവരോട് വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിനേക്കാൾ വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ്. ചാണക്യൻ പഠിപ്പിക്കുന്നു, ശത്രുവിനെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ല വഴി അവനേക്കാൾ വലിയവനായി വളരുക എന്നതാണ്. നിങ്ങൾ വളരുന്നത് കാണുന്നതാണ് നിങ്ങളുടെ ശത്രുവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ തർക്കിച്ച് സമയം കളയരുത്. ആ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി മാറ്റിവെക്കുക. നിങ്ങൾ ഒരു വലിയ കാർ വാങ്ങുന്നതോ ബിസിനസ്സിൽ വിജയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തുന്നതോ കാണുമ്പോൾ അവർക്കുള്ളിൽ തോന്നുന്ന ആ അസൂയയാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. വാക്കുകൾ കൊണ്ട് ജയിക്കുന്നത് താൽക്കാലികമാണ്, എന്നാൽ പ്രവൃത്തിയുടെയും വിജയത്തിൻ്റെയും തിളക്കം ശാശ്വതമാണ്. നിങ്ങളെ പുച്ഛിച്ചവർ നാളെ നിങ്ങളുടെ അടുത്ത സഹായത്തിനായി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അന്ന് നിങ്ങൾ അവർക്ക് നൽകുന്ന കാരുണ്യമാണ് അവരോടുള്ള ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ വളർച്ച അയാളുടെ പതനമായി മാറും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഓരോ ശ്വാസവും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ളതാകട്ടെ. ആറാമത്തെ തന്ത്രം ഊർജത്തിന്റെ സംരക്ഷണമാണ്. ബുദ്ധൻ പറയുന്നു, നിങ്ങളുടെ ഊർജം നിങ്ങളുടെ നിധിയാണ്. ചെളിയിൽ കല്ലെറിഞ്ഞാൽ നിങ്ങളുടെ വസ്ത്രം തന്നെയാണ് മോശമാകുന്നത്. നിലവാരമില്ലാത്ത മനുഷ്യരുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയെയും തേജസ്സിനെയും നശിപ്പിക്കും. ചാണക്യന്റെ തന്ത്രപ്രകാരം അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഒരു പിന്മാറ്റമല്ല, മറിച്ച് വലിയൊരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ സാന്നിധ്യം അർഹിക്കാത്തവർക്ക് അത് നിഷേധിക്കുക. ചാണക്യൻ പറയുന്നു, ദുഷ്ടനായ സുഹൃത്തിനേക്കാൾ നല്ലത് ബുദ്ധിമാനായ ശത്രുവാണ്. നിങ്ങളെ തരം താഴ്ത്തുന്നവർക്കിടയിൽ ജീവിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. മോശം വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ ചിന്തകളെ വിഷലിപ്തമാക്കും. ബുദ്ധന്റെ വഴി സ്വീകരിച്ച് നിങ്ങളുടെ ഉള്ളിലെ ശാന്തത നിലനിർത്താൻ പഠിക്കുക. നിങ്ങളുടെ സമയം ആർക്ക് നൽകണം, നിങ്ങളുടെ വാക്കുകൾ ആർക്ക് വേണ്ടി ചിലവാക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ സാന്നിധ്യം ഒരു അംഗീകാരമായി കാണുന്നവരുടെ കൂടെ മാത്രം സമയം ചെലവഴിക്കുക. മറ്റുള്ളവരെ അവഗണിക്കുന്നത് വഴി നിങ്ങൾ അവർക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തക്കവണ്ണം നിങ്ങൾ പ്രസക്തരല്ല. ഈ ഒരു അവഗണന ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം മരണം പോലെ വേദനാജനകമായിരിക്കും. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ സാമ്രാജ്യം പണിയാൻ ഉപയോഗിക്കുക. ഏഴാമത്തെ തന്ത്രം ഭയത്തെ ചുംബിക്കുക എന്നുള്ളതാണ്. ചാണക്യൻ പഠിപ്പിച്ചു, ഭയം അടുത്തു വരുമ്പോൾ അതിനെ കടന്നാക്രമിക്കുക. അപമാനിക്കപ്പെടുമോ എന്ന പേടിയാണ് നിങ്ങളെ തളർത്തുന്നത്. ആ പേടിയെ നിങ്ങൾ എന്നാണോ ഉപേക്ഷിക്കുന്നത്, അന്ന് നിങ്ങൾ സ്വതന്ത്രനാകും. ശ്രീബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ അദ്ദേഹം എല്ലാ ഭയത്തെയും ഉപേക്ഷിച്ചു. നിങ്ങൾക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് മനസ്സിലാകുമ്പോൾ ശത്രുവിന്റെ വാക്കുകൾ വെറും വായുവിനേക്കാൾ നിസ്സാരമാകും. ഭയമില്ലാത്തവന്റെ മുന്നിൽ ലോകം നട്ടെല്ല് വളയ്ക്കും. അപമാനിക്കപ്പെട്ടാൽ എന്തു സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ ഒരു സിംഹത്തെ പോലെ കരുത്തനാകും. ചാണക്യതന്ത്രപ്രകാരം ശത്രുവിന് നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ തനിയെ പിന്മാറും. അപമാനങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ മിനുക്കിയെടുക്കാനുള്ള അവസരങ്ങളായി കാണുക. കാറ്റിൽ ഉലയാത്ത പർവ്വതം പോലെ ഉറച്ചു നിൽക്കുക. ഓരോ തവണയും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കരുത്തോട് എഴുന്നേൽക്കുക. ഭയത്തെ കീഴടക്കാൻ പഠിക്കുന്നവന് ഈ ഭൂമിയിൽ അസാധ്യമായൊന്നുമില്ല. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഏതൊരു അഹങ്കാരിയും പതറിപ്പോകും. എട്ടാമത്തെ തന്ത്രം ഉള്ളിലെ സിംഹത്തെ ഉണർത്തുക എന്നുള്ളതാണ്. അവസാനമായി ആചാര്യ ചാണക്യനും ശ്രീബുദ്ധനും ഒരേ സ്വരത്തിൽ പറയുന്നു, നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. മറ്റൊരാളുടെ വാക്കുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങൾ അതിന് അനുവാദം നൽകുന്നത് കൊണ്ട് മാത്രമാണ്. ചാണക്യൻ ഒരു ദരിദ്ര ബ്രാഹ്മണനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മബോധം അദ്ദേഹത്തെ ചക്രവർത്തിമാരെ നിയന്ത്രിക്കുന്ന കരുത്തനാക്കി മാറ്റി. ബുദ്ധൻ ഒരു ഭിക്ഷുവായെങ്കിലും ലോകം അദ്ദേഹത്തെ ഇന്നും ആദരിക്കുന്നു. കാരണം അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെ പ്രസ്ഫുരിപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തെ, ഇനി ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ തലകുനിക്കരുത്. ചാണക്യന്റെ തലച്ചോറും ബുദ്ധന്റെ ശാന്തതയും നിങ്ങളുടെ കൂടെയുണ്ട്. അപമാനങ്ങൾ നിങ്ങളുടെ വളമാകട്ടെ, പരിഹാസങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പടികളാകട്ടെ. നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തെ ഉണർത്തൂ. പോയി ലോകത്തെ വിസ്മയിപ്പിക്കൂ. നിങ്ങളൊരു സിംഹമാണ്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.